അത് ഈ അമ്മച്ചി വെട്ടിക്കളഞ്ഞിട്ട്. നല്ല സൂപ്പർ ചാമ്പയായിരുന്നു. എന്റെ പൊന്നു മക്കളെ, അതിന്റെ പൂവും കായും ഒക്കെ മുറ്റത്ത് വീണ് എപ്പോഴും വൃത്തികേടാ. എനിക്ക് മേലെ അതൊക്കെ തൂത്തോണ്ട് നടക്കാൻ. ഓ പിന്നെ പപ്പായി പറയോ അതോ ഞാൻ പറയണോ? നീ അങ്ങ് പറഞ്ഞാ മതി. ഞാൻ 2 പ്രാവശ്യം കമ്പടിച്ചിട്ട കേസാ. ഇനി നാണം കടാൻ ഞാനില്ല. അളിയന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണേ ഫോർവേഡ് ചെയ്യാം. പപ്പായി ഞാൻ പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. നീ എന്നാന്ന് വെച്ചാൽ ചെയ്തേച്ചാ മതി കേട്ടോ. ഇന്ന് കുടിച്ചേക്കല്ലേ, നാളെ ഊതിച്ച ഓർമ്മയുണ്ടല്ലോ. എടി അതിന് നമ്മളിന്ന് കമ്പിളികണ്ടം വഴിയാ പോകുന്നത്. അവിടെ ചെക്കിംഗ് ഇല്ല. ഡി അന്നേച്ചി, ഇന്നാള് നമ്മുടെ പരീക്കണ്ടിയിലെ സാലിയാൻറ്റി ഇല്ലേ, അവര് കണ്ടപ്പം ചോദിച്ചു നമ്മുടെ സ്ലീവാച്ചിന് കല്യാണാലോചന ഒന്നും നടത്തുന്നില്ല ഇന്ന്. നീ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ഏതടി? എടി നമ്മൾ റീനയുടെ കല്യാണത്തിന് പോയപ്പോഴേ നമ്മൾ ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോ നമ്മളടുത്ത് ഒന്നും സംസാരിച്ചില്ലേ? ആ നീല ചുരിദാറിട്ട കൊച്ച്. അതാ വെളുത്തിട്ട് ഒരുപാട് മുടികളോ കൊച്ചല്ലേ? എന്റെ പൊന്നെ, ആ പെണ്ണോ? അതൊന്നും വേണ്ട. എന്തൊരു വണ്ണവാതിന്. നമ്മുടെ കൂട്ടുകാരെ 2 ഇരട്ടിയുണ്ട്. പിന്നെ നീ ഇപ്പൊ എല്ലാം കൂടെ ഒത്തു കിട്ടൂടി. എടി, അതിനവർക്കറിയാവോ 10ാം ക്ലാസ് ആണ്? പിന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണ്. അവർക്ക് കൂട്ടായി നന്നായിട്ട് അറിയാന്നേ. അവർക്കിപ്പൊ അങ്ങനത്തെ നോട്ടമൊന്നുമില്ല. പിന്നെ തടി. അതിനാ കൊച്ചിന് അതിന് മാത്രം വണ്ണുണ്ടോടി? പിന്നെ ഉണ്ട്. അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. എടാ, ഒരു അഭിപ്രായം പറഞ്ഞു പോടാ. നിനക്കൊക്കെ എപ്പോ വന്നാലും ഈ ഒരു കാര്യം അല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കില്ല. കുട്ടായി, ഇച്ചിരി നേരം കൂടെ ഇവിടെ ഇരുന്നേച്ചും പോടാ. അവന് പോക്ക് കണ്ടില്ലേ? അതിനോടൊരു മനസ്സ് വന്നിട്ട് എന്നാ പറയാനാ മക്കളെ, നമുക്ക് പറയാനല്ലേ പറ്റൂ. ഒന്തി മരം കെട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിലേ അളിയന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്. ദേച്ചേ, കുട്ടായെ കുറിച്ചും അതും ഇതും പറയില്ലേ കേട്ടോ. എടി വേറെ ഊഹാടി. പിന്നെ ഒരു ഊഹം. ഇന്നത്തെ കാലത്ത് ഊഹിക്കാൻ പോലും പറ്റത്തില്ലയോ? എന്നാ ഞങ്ങൾ ഇറങ്ങി. കുഞ്ഞേച്ചി പറഞ്ഞ സീരിയസ് ആയിട്ടൊന്നും എടുക്കണം കേട്ടോ കുട്ടായി. ഓ നീ ഒന്ന് പോയേ. അതിനാടാ അത് പറയുമ്പോ നീ ഒഴിവാകുന്നേ? ഈ നാട്ടിൽ ആരാടാ നിന്റെ പ്രായത്തിൽ കെട്ടാൻ ബാക്കിയുള്ളത്? നീ ജോഡിയില്ലേ ഇങ്ങൊന്ന് ഇതിനെ പിടിച്ച് വണ്ടി കയറ്റി. എടി ജെസ്സി, വന്ന് വണ്ടിയാ കയറി. ഗോപി കാണാൻ കേട്ടോ. ശരി അമ്മച്ചി, പോട്ടെടി. എന്നാ ഇറങ്ങട്ടെ കളിയാ. ഓ വാടി വേണ്ടേ? ചാച്ചനോട് മുത്താൻ നിട്ടോ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെ സൂക്ഷിച്ചവനേ, നന്ദിയോടെ കൃപയാൽ അതിനു സദാ വന്ദനം ചൊല്ലിടുന്നേ. അന്നവസ്ത്രാദികളും ധനം സുഖം എന്നിവകൾ സഹിതം തന്നു നിൻ സന്നിധിയിൽ അതിനു സദാ വന്ദനം ചൊല്ലിടുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഇരിക്കടാ. എടാ പിന്നെ നീ എവിടെ നിന്നാടാ കിട്ടുന്നത്? എറണാകുളത്ത്. അവിടെയൊക്കെ പോയി നീ എങ്ങനെ ഒപ്പിച്ചടാ? ചാലായിരുന്നു ഫേസ്ബുക്ക് വഴി. പെണ്ണെങ്ങനെ ഉണ്ടാവേ? എന്നെ പോലെ ഒന്നല്ല, വെളുത്തോട്ടാശനെ. പിന്നെ വിശ്വാസമല്ലേ? ഫോട്ടോ അണിച്ചേ ഇതുണ്ടല്ലേ? എന്റെ പൊന്നിടാവേ, ഒരു രക്ഷയില്ല. എടാ സുരേ, എടാ ബിനോയ് കേട്ടാ വേണം പെണ്ണ് കണ്ടോടാ. എടാ നോക്കടാ. ഇയാളെന്ന് പോടാവേ, ഇയാൾക്ക് വേറെ പണിയില്ലേ? ലോട്ടറിയാടാ ബിനു, ലോട്ടറി. ഇയാൾ കണ്ണു വെക്കില്ല സജീവ. ഓണത്തിന് വളച്ചുകൂട്ടി എടുത്തിന്റെ ബുദ്ധിമുട്ട് അവനറിയത്തുള്ളൂ. മതി നോക്കി വെള്ളം ഇറക്കിയത്. ആ ഓണം കൊടുത്തേ. നിന്റെ കല്യാണക്കല്ലടാ, നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? ഒരെണ്ണം മേടിക്കാവോ? എടാ ശനെ, ഓട്ടം വരണം വിളിക്കണേ. പൊന്നി അടുത്തേ എവിടെ തിരിച്ചു വരുമ്പോ ആ ബാലൻചേട്ടന്റെ കടയിൽ നിന്ന് ഒരു കന്യകയും മഹാരാജനോ വല്ലതേടാ. ഓ ശരി ബാബേ. മറിയം വെച്ചിട്ട് എങ്ങോട്ടാ? ഞാൻ ആശുപത്രി വരെ ഒന്ന് പോവുകയാണ്. ഭയങ്കര തല ചുറ്റലും നടുവേദന. പിന്നെ എല്ലാത്തിനാ നീ ഒറ്റയ്ക്ക് പോണേ? ആ പിള്ളേരെല്ലാം വിളിച്ചോണ്ട് പോകത്തില്ല? അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇവരുടെ ഒന്നും കാല് പിടിക്കാൻ പോകത്തില്ല. ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയടാ. എടാ വാവുവേ, നിനക്ക് ഏതായാലും സുഖമില്ലാത്തതല്ലേ, ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് താടാ. കാരുണ്യുണ്ട്, ബമ്പറുണ്ട്. ഒന്നും വേണ്ട, നീ ആ കാറുള്ളത് കൂട്ടൊരെണ്ണെങ്കിതാ. ഇപ്പൊ കാറൊന്നുമല്ല ചേട്ടത്തി, കാറൊക്കെ സർക്കാർ നിർത്തി. നിർത്തിയോ? എന്നാ വേണ്ടടാ.
വീട്ടിലെത്ര സ്ഥലം നോക്കിയായിരുന്നു ശരിയല്ലേ നോക്കി അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തൂന്തല്ലേ ധൈര്യത്തോടെ ഉറപ്പിച്ചില്ലേ 27 തികയലാണ് ഇതുപോലത്തെ പലിശയൊക്കെ തല്ലിപ്പൊടിച്ചിട്ട് ഉള്ളത് അതിനോട് വില പോലെ കിട്ടിച്ച. അയ്യോ ഇത് പാറ്റിപ്പം മാറ്റി വെച്ച കാരണമല്ലോ ഗ്രേസ് ചിലപ്പോൾ എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു 500 രൂപ 4 5 ഇതിൽ 290 രൂപ റീചാർജ് ബാക്കി വണ്ടി കാശ് വെച്ചു. അപ്പോൾ ഹോസ്റ്റൽ ഫീസോ? അതപ്പോൾ ചായ ശനിയാഴ്ചക്ക് ഇപ്പോൾ റിട്ടേന്നേക്കാം. ഇട്ടേച്ചാ മതി. പിന്നെ ചെന്നെത്തിയെ വിളിച്ചോക്കും ചെയ്യണം കേട്ടോ. വെച്ച് തിരുമാതെ കൊടുത്ത് വിടു കൂട്ടിച്ചാ. നിനക്കത് പറയാ. ആ പറയിച്ചാ 2300. ആണ്ടൊക്കെ പോകണേ. ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന്. വയസ്സായ ഒരു അമ്മച്ചിയുണ്ട്, 2 ദിവസം നിന്നേച്ച് പോകാൻ പറഞ്ഞാൽ ഒരുത്തിക്കും കഴിയത്തില്ല. എന്നാൽ അവൾമാരുടെ ഉപദേശത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല. അവരുടെ അവസ്ഥയാണല്ലേ. ആനന്ദ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയന്മാരെ അല്ല. പിന്നെ ഇനിയുള്ള കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് അതിനകത്ത് ഒരു പരാതിയില്ലെന്ന്. എല്ലാവർക്കും അവരുടെ തിരക്കിലൊട്ടിച്ചാ പോയേക്കുവാണോ? ആ കൃഷി ഓഫീസർ ഒന്ന് പോണേ. എത്രയായിട്ടാ കൂട്ടി ഇറക്കി? വില വ്യത്യാസമൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ചത്തെ വില തന്നെ. എടാ ഇതുവരെയുള്ളവരുടെ നിരീക്ഷണത്തിൽ മാതൃസസ്യവുമായിട്ട് ബന്ധമുള്ള വേറെ ഒരു ചെടിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഞാനും എന്നെ സാർ ചെയ്യണ്ടേ? നീ ഇനി ഒന്നും ചെയ്യണടാവേ. നമ്മളിത് നമ്മുടെ പാമ്പാടുംപാറയിലുള്ള സ്പൈസസ് ബോർഡിന്റെ റിസർച്ച് സെന്ററിൽ അയച്ച് ഇതിന്റെ ഓയിൽ കണ്ടന്റും കൂടെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഭാഗം ഓക്കെ ആയി. അപ്പൊ സാറിന് എന്നെ അറിയിച്ചാൽ മതി. ശരി, ഞാൻ അറിയിക്കോ. ആ എന്നടാ കൂട്ടു സാർ മരത്തിന് പുറകിലെ സേഫായി. ചുമ്മാ ആരാ? ഓ അവന് തലയ്ക്ക് ഓളം വന്നേ. ഓ പേടിച്ചു പോയി ഞാൻ. ആ ഞാനും. ഇത് കണ്ടോ ഒരു കോള്? ഒരു 496. പിന്നെ കുറെ മെസ്സേജും വരുന്നുണ്ട്. ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് റിപ്ലൈ കൊടുത്ത് നോക്കിയേ. എന്നാത്തിന്? ചുമ്മാ ആരാന്നൊക്കെ അറിയാലോ. ഓ അതിന്റെ ആവശ്യമില്ല. പുതിയ ലൈരങ്ങാനും സെറ്റായാലോ ഒന്ന്. മാറിക്കേ. എന്നാ വെച്ചി? എന്നാന്നേ ഇന്ന് നിന്റെ കാശ്. ബെച്ചി എന്നാന്ന്? ബെച്ചി ചുമ്മാ ഇരുന്ന്. എന്നാ എനിക്ക് വേണ്ട. ബെച്ചി നീ അതവിടെ വെച്ച നിനക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനുള്ളതല്ലേ. എന്റെ ബെച്ചി നീ ചുമ്മാ ഇരുന്നേന്നേ. ബെച്ചി ചുമ്മാ കളിക്കില്ല, ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് വേണക്കൊന്നുമില്ല, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ആ ബെച്ചി പോവല്ലേന്ന് അവിടെ ഇരിക്കുന്നു. ബെച്ചി ഞാൻ പറയുന്നത് നീ അവിടെ ഇരുന്ന്. ഞാൻ പോവാ. ഞാൻ എന്നാ ചെയ്തിട്ടാ നീ എന്നെ കോട്ടയത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ? അത് ആ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണ നീ കട ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ. എന്നാ വല്ല ഉത്തരവാദിത്വം. എനിക്ക് ആ സാറ് പറഞ്ഞ കാര്യത്തിൽ അത്ര നടപടിയാണ് തോന്നില്ല. എടാ ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി തങ്ങി ചാവുക. അപ്പോഴാണ് നിന്റെ ഒരു കണ്ടുപിടുത്തം, അതും ജൈവം. എന്റെ പൊന്നടാവേ, ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആൾക്കാർ ചെയ്യാത്ത എന്നാന്ന് വെച്ചാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവിലായിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇതെന്നാ ഇവിടെ ഇവിടെ എന്നാ നടക്കണേ? ഒന്നുമില്ല, ബെച്ചി ചെറുതായിട്ട് ഒരു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാന്ന് വിചാരിച്ചു വന്നാ. ഉണ്ണിയപ്പത്തിന്റെ അല്ല, നീ എന്നാ വെച്ചോടുങ്ങനെ? നീ കോട്ടയത്തേക്ക് പറഞ്ഞല്ലേ? ഇല്ല ഏട്ടായി, ഞാൻ വന്നപ്പോഴത്തേനും ബസ് പോയി. ഇനി 15 അടുത്ത ബസ്സുള്ളൂ. എന്നിട്ട് നീ അത് അപ്പച്ചായ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ വിളിച്ച് പറയട്ടെ, നീ ബസ് നോക്കി വിടുന്നത് പെട്ടെന്ന്. അപ്പച്ചായ അവന്ന് പോയിട്ടുണ്ടാവൂല. പറയില്ല ഏട്ടായി, ഞാൻ അപ്പച്ചയുടെ പോയിന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പരിപാടി ഇവിടെ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി മതി, നീ കിടന്ന് ഉരുളണ്ട. എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ട് ഇവിടെ. കൊച്ചാ ബസ് കേട്ട് അപ്പച്ചായ വിളിച്ച് പറഞ്ഞോളാം. എന്നാ ഉണ്ണിയപ്പം നിനക്കുള്ള വന്നിട്ട് ആഹാ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇതാടാ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യുന്നു പറഞ്ഞത്. വേറെ ആരിലൊന്നുണ്ടോ? എന്റെ തനി കൊണം കണ്ടേനോ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങലടാ. അതും പെണ്ണ് കേസ്. എടാ പിള്ളേരല്ലേ, ഓരോ പ്രായത്തിനല്ലേ ഇതൊക്കെ. ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല, ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെയാ. എന്റെ വിചാരം ഉണ്ടായി ആ കൊച്ചിനെ ബസ് കയറ്റി വെച്ച് പോയാൽ പറയാം. നീ തുറന്ന് കിച്ചിപ്പം അങ്ങോട്ട് പിടിച്ചേ. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിരിക്കണം. ഇത് വെച്ചോ, നല്ല മധുരമുള്ള സബർജല്യ. പുള്ളിക്കാരനങ്ങനെ അപ്പച്ചനോട് വിളിച്ചു പറയല്ലോ. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള. പുള്ളിക്കാരനങ്ങനെ പറയാൻ സാധ്യതയില്ല. സ്ലീവാച്ചിൻ്റെ അരിഞ്ഞാണ്ടില്ല തുറന്നീ പേടിക്കണ്ട. മോളെ ഇവിടെ ആളുണ്ടോ? ഇല്ല. വെച്ച് ഇത് വെച്ചോ.
ഞാൻ വിളിക്കാം. ഉറപ്പായിട്ട് കുട്ടീച്ചനെ വിളിച്ചു പറയണം. നീ ആ പുള്ളിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. അതിന് പുള്ളി ഇതെല്ലാം അറിയണ്ടോ? അതിനൊക്കെ എൻ്റെ അപ്പച്ചൻ എന്നാ സ്ട്രിക്റ്റ് ആയിരുന്നറിയോ? നീ എന്നടാ ഒന്നും മിണ്ടായിരിക്കണേ? നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ഭയങ്കര ഗൗരവമുള്ള വിഷയ. കറക്റ്റാ. ആ കണ്ടോ, നിനക്കത് കിട്ടി. മറ്റേ 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 അമ്മച്ചി അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല, ഇവിടെ ഇല്ല. അങ്ങോട്ടൊക്കെ പറയാതെ പോകുന്നേ. ആ ശരി, ഞാൻ വിളിച്ചു നോക്കട്ടെ. ആ വിളിക്കാം. അമ്മച്ചേ 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 അമ്മച്ചി 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 എന്നാ പറ്റി? അമ്മച്ചി നോക്കിയേ അമ്മ അമ്മച്ചി അമ്മച്ചി അമ്മ അമ്മച്ചി അമ്മച്ചി ഓ കർത്താവേ. അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി അമ്മച്ചി നോക്കിയേ. അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി അമ്മച്ചി എന്നാ പറ്റി? എടാ എന്തിയാടാ അമ്മച്ചി എന്തിയേ? ഞാൻ നോക്കുമ്പോ അമ്മച്ചി അടുക്കളയിൽ ബോധമില്ലാണ്ട് കിടക്കോടി. അയ്യോ അമ്മച്ചി, എന്നാ പറ്റി അമ്മച്ചി? ഒന്നുമില്ല മക്കളെ, തലയൊന്ന് കറങ്ങിയതാ. തല വല്ലോടത്ത് പിടിച്ചോ? ഇല്ല. നമുക്ക് ആശുപത്രി പോയാലോ? വേണ്ട ഇല്ലേ, ആ ഗുളിക ഇങ്ങെടുത്തേ. ഇപ്പൊ എടുക്കാം അമ്മച്ചി. നീ എവിടെ പോയി കിടക്കുവായിരുന്നോ കുട്ടായി? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുഖമില്ലാത്ത അമ്മച്ചിയെ തനിച്ചാക്കി അങ്ങ് പോവരുതെന്ന്. ഒന്നെങ്കിൽ നീ സന്ധിക്ക് മുമ്പ് വീട്ടിലെത്തണം, അല്ലെ വീട്ടിലാണുണ്ടാവണം. അതെങ്ങനാ? എത്ര പറഞ്ഞാലും